ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നോട്ട് നമ്മൾ പുതിയൊരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുവന്നതായിരിക്കും. കാരണം ഈ സീരീസ് വെച്ചിട്ടാണ് ഞാൻ ഭാവിയിൽ വലിയൊരു യൂട്യൂബർ ആകാൻ പോകുന്നത്. എനിക്കൊരു പ്ലേ ബട്ടനൊക്കെ വേണം. അപ്പോൾ എൻ്റെ പ്ലേ ബട്ടൺ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാട്ടോ. ഇപ്പോൾ അവിടെ കാണുന്ന റെഡ് ബട്ടൺ ഇല്ലേ, അത് അമർത്തിയാൽ മതി. കുറേ കാലം കഴിഞ്ഞാൽ താൻ എൻ്റെ വീട്ടിലേക്ക് ഡെലിവറി ആയിക്കോളും. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ പൊട്ടത്തരം കിട്ടുന്നതിന് നന്ദി. അപ്പോൾ ആദ്യം ഈ മരം വെട്ടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് തുടങ്ങാം. ഓക്കെ, പൊട്ടിക്കഴിഞ്ഞു. ഇനി ഒരു കാര്യം മറന്നു, ഈ മരം മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ സുതിയെണ്ണം കോപിക്കും. ഒരു കാര്യം പറയാൻ മറന്നു, നമുക്കൊന്നൊരു വീടുണ്ടാക്കണം. തൽക്കാലത്തേക്ക് നമ്മൾ ചെറിയൊരു വീടുണ്ടാക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി കളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ വീടുണ്ടാക്കാം. പിന്നെ ഒരു ബെഡും സംഘടിപ്പിക്കണം. രാത്രിയെ മോൺസ്റ്റേഴ്സ് വരും. ടൂൾസ് ഒന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ നമ്മൾ അടിച്ച് പഞ്ഞിക്കിടും. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഒരു ഫുഡിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കിയുള്ള എല്ലാം സ്റ്റോണിക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിമിലത്തെ ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഇതെവിടെ പ്ലേസ് ചെയ്യും? ഇവിടെ പ്ലേസ് ചെയ്തേക്കാം. ഇനി ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യുക. ആദ്യം കുറച്ച് സ്റ്റിക്ക്. ഓക്കെ, സ്റ്റിക്ക് റെഡി. ഇനി ഇതൊന്ന് മാറ്റണം. ഓക്കെ, ഇനി പിക്കാക്സ് റെഡി. എല്ലാം പെട്ടെന്ന്. ഇനി നമുക്ക് എല്ലാ ടൂൾസും സ്റ്റോണിക്ക് ആക്കാം. ആദ്യം നമുക്ക് താഴെ കുഴിച്ചു പോകണം. ഇവിടെ വെള്ളം വരും എന്തോ, സൈഡിൽ റിവർ ഉണ്ട്. താഴേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ വെള്ളമൊന്നുമില്ല. നമുക്ക് സ്റ്റോൺ എന്തായാലും കിട്ടി. നമുക്ക് കുറച്ചധികം സ്റ്റോൺ കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്ര സ്റ്റോൺസ് ഒക്കെ മതിയാവും. ഞങ്ങൾക്ക് തിരിച്ച് മേലേക്ക് പോവാം. ഓക്കെ, എവിടെ ഇവിടെ എത്തി. ഞാൻ കളിച്ചിട്ട് കുറേ അതുകൊണ്ട് നേരെ കളിക്കാൻ പറ്റുന്നില്ല. സ്റ്റോൺ വേസ്റ്റ് ചെയ്യണ്ട, ഡേർട്ട് എടുക്കാം. ഡേർട്ട് ആകുമ്പോൾ ഫ്രീ അല്ലേ, കിട്ടുമല്ലേ വസീല്. അയ്യോ, നമ്മളോട് കുടുങ്ങിയോ. ഒരു കാഞ്ച് കട്ടയം എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് എല്ലാ ടൂൾസും ഉണ്ടാക്കിയേക്കാം. ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഞാൻ അവിടെ വെച്ചിരുന്നു, അതായിരിക്കുന്നല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റിക്ക് കുറച്ച് കുറവാണ്, അത് വേണമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുക. ആദ്യം നമ്മൾ വീണ്ടും ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം, അതാണ് മുഖ്യം. ഇനി വീണ്ടും കുറച്ച് സ്റ്റിക്സ് അവിടെ വയ്ക്കാം. ഇനി ഒരു സോഡ്. ഇതെടുത്ത് മാറ്റാൻ നല്ല പാടുണ്ട്. ഇനി ഒരു ആക്സ് ഉണ്ടാക്കണം. ഓക്കെ, ആക്സ് ഉണ്ടാക്കി. തൽക്കാലത്തേക്ക് നമുക്ക് ഇത്ര മതിയാവും, ബാക്കി നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റി ചെറിയൊരു സെറ്റപ്പ് നോക്കണം. നീ എന്താ എന്നെ നോക്കുന്നത്? ചവടാ ചവുന്നില്ല. ചത്ര. ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് വീടുണ്ടാക്കാനുള്ള സ്ഥലം. നമുക്ക് ഒരൊറ്റ ഓട്ടോട എവിടെ എത്തുന്നു അവിടെ നല്ലൊരു സ്ഥലം കാണാൻ അവിടെ നിൽക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീട് വെക്കാൻ പോണത്. കാണാൻ ഒരു സ്ഥലം നന്നായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തൽക്കാലം ഞാൻ ഇവിടെ വീട് വെക്കാൻ പോണത്. പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറ്റാം. അത് പറ്റില്ലെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് ഒരു വീട് ഉണ്ടാക്കാം. അതൊരു നല്ല പ്ലാനാണ്. അതാകുമ്പോൾ വലിയ കഷ്ടപ്പാടും ഇല്ല. അത് ഈ സ്ഥലമൊന്നും ക്ലിയർ ആക്കണം, ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. Five minutes later. അപ്പോൾ ഗായ്സ്, ഈ സ്ഥലമൊക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വീട് കെട്ടാൻ തുടങ്ങാം. ഇതുവരെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയാണെങ്കിൽ എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് വേഗം നമ്മുടെ വീട് കെട്ടാൻ തുടങ്ങാം. വേണ്ട, പൊട്ടരുത്. പൊട്ടി. അയ്യോ, പോയല്ലോ. ഒന്നുകൂടി ഉണ്ടാക്കേണ്ടി വരും. The next day. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു തട്ടിക്കൂട്ട് വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീട് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. നമ്മൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നല്ല വീട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ കൊടുക്കും.